നഗരം കത്തുകയാണ്. ഇനിയൊരു 1984 സാക്ഷിയാകാൻ ഡൽഹിയെ അനുവദിക്കില്ല. നിങ്ങളുടെ ഉചിതമായ സമയം എപ്പോഴാണ്? ജസ്റ്റിസ് മുരളീധർ ഡൽഹി കലാപ സമയത്ത് തുഷാർ മേത്തയോട് ചോദിച്ച ചോദ്യമാണിത്. ആളുകൾ മരണപ്പെടുന്നു, ഗുരുതരമായ പരിക്കേറ്റ ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലാണ് ഡൽഹി ഹൈക്കോടതി ഇടപെടുന്നത്. NRCCA വിരുദ്ധ പ്രക്ഷോഭകാരികൾക്കെതിരെ കലാപാഹ്വാനവുമായി വിദ്വേഷ പ്രസംഗവുമായി കപിൽ മിശ്ര ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കി. മോബ് ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. കപിൽ മിശ്രയെ പോലെയുള്ള ആളുകൾ കലാപത്തിന് ആഹ്വാനം ചെയ്തപ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ FIR ഇടുന്നില്ല എന്ന രൂക്ഷമായ ചോദ്യമാണ് ജസ്റ്റിസ് മുരളീധർ കോടതിയിൽ നിന്ന് ഉന്നയിച്ചത്. കപിൽ മിശ്രയുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ കോടതിയിൽ പ്രദർശിപ്പിക്കാൻ ജസ്റ്റിസ് മുരളീധർ ആവശ്യപ്പെട്ടു. FIRന്റെ കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന നിരുത്തരവാദപരമായ മറുപടിയായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത്. അപ്പോഴാണ് കോടതി വളരെ കർക്കശമായ ഭാഷയിൽ ചോദിച്ചത്, നിങ്ങളുടെ ഉചിതമായ സമയം എപ്പോഴാണ്? ഡൽഹി സിഖ് കലാപത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ജസ്റ്റിസ് മുരളീധർ. ആ കടുത്ത നിലപാടുകൾക്ക് വലിയ വില നൽകേണ്ടി വന്നു. അർദ്ധരാത്രിയിൽ ജസ്റ്റിസ് മുരളീധർ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കാൻ സാധിക്കാത്ത വിധം അർദ്ധരാത്രിയിൽ ജസ്റ്റിസ് മുരളീധർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയായിരുന്നു. കപിൽ മിശ്ര ഉൾപ്പെടെയുള്ള BJPക്കാരാണ് ഡൽഹി കലാപത്തിന് ആഹ്വാനം ചെയ്തതെന്നും അവർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് ഡൽഹി കലാപത്തിൻ്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടാൻ ഡൽഹി പോലീസിന് കഴിയില്ല, BJPക്ക് കഴിയില്ല, നരേന്ദ്രമോദിക്ക് കഴിയില്ല, അമിത്ഷാക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ രാത്രിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ജസ്റ്റിസ് മുരളീധറിൻ്റെ നിയോഗം അവിടെ അവസാനിക്കുന്നില്ല. നീതിമാനായ ന്യായാധിപനെ ലോകം തിരിച്ചറിഞ്ഞു. 2025 നവംബറിൽ അദ്ദേഹത്തിന് ഒരു പുതിയ ദൗത്യം UNO ഏൽപ്പിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ ഗസയിലെയും അധിനിവേശ പ്രദേശങ്ങളിലെയും മനുഷ്യർക്ക് നേരെ നടന്ന വംശഹത്യയെപ്പറ്റി, ക്രൂരമായ കൊലപാതകങ്ങളെപ്പറ്റി, കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് മുരളീധർ. സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഇന്റർനാഷണൽ പ്രാധാന്യമുള്ള റിപ്പോർട്ട് വായിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ നെറുകയിൽ, പ്രശസ്തിയുടെ നടുവിൽ ഇന്ത്യക്കാരനായ നീതിമാനായ ഒരു ജഡ്ജി പ്രക്ഷോഭിച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മാധ്യമങ്ങൾ, ഇന്റർനാഷണൽ മാധ്യമങ്ങൾ കവർ ചെയ്തു. ഗസയിലെ കുട്ടികൾക്ക് നേരെയുള്ള നരഹത്യയുടെ നേർചിത്രം തയ്യാറാക്കാൻ, അതിൻ്റെ ഡോക്യുമെൻ്റ് സമർപ്പിക്കാൻ കാലം നിയോഗിച്ചത് ജസ്റ്റിസ് മുരളീധർ എന്ന ന്യായാധിപനെയായിരുന്നു. ചോരയുടെ അരങ്ങിൽ മയക്കം നിറഞ്ഞ കണ്ണുകളുമായി കാത്തിരിക്കുന്ന കാണികൾക്ക് മുന്നിൽ ഒരു വിഷാദ നാടകമല്ലാതെ മറ്റെന്താണ് ഞങ്ങളുടെ ജീവിതം? പശ്ചാത്തലത്തിൽ ബ്ലൂസ് സംഗീതം കാതുകളെ പിന്തുടരുന്നു. വയലിൻ തന്ത്രികൾക്ക് കുറുകെയുള്ള ഒരു വില്ലുപോലെ കാലടികൾ മുന്നോട്ടും പിന്നോട്ടും പായുന്നു. ജനക്കൂട്ടം വിലാപങ്ങളിൽ പ്രതിധ്വനിക്കുന്നു. നിരന്തരമായ മുരൾച്ചയിൽ നിന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് ഓടിപ്പോവേണ്ടത്? ഫലസ്തീൻ എഴുത്തുകാരി ഹയ അബു നസർ എഴുതിയ മരണത്തിൻ്റെ മുനമ്പിൽ എന്ന കവിതയുടെ ഭാഗങ്ങളാണിത്. ഹിബ്രു കവിതയിൽ പറയുന്നത് പോലെ ഒരു കൊച്ചുകുട്ടിയുടെ ചോരയ്ക്ക് തുല്യമായ പ്രതികാരം ചെകുത്താൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നീതിയുടെ ശബ്ദം ലോകത്തുയർത്തിപ്പിടിച്ച ന്യായാധിപനെ തെറ്റുകൂടാതെ വിളിക്കാം ജസ്റ്റിസ് മുരളീധർ. റെസ്പെക്ട് യുവർ ഓണർ.